നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മിഡിൽ ഈസ്റ്റിന്റെ ദിനരാത്രങ്ങളെ കലാപ കലുഷിതമാക്കിക്കൊണ്ട് ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് തിരശീല വീണിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക നേതൃത്വങ്ങളെയും മിസൈൽ ലോഞ്ചറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ യുദ്ധവിരാമത്തിന് സമ്മതിച്ചത്. സകലതും നശിച്ച ഇറാനും ഗത്യന്തരമില്ലാതെ അമേരിക്കയ്ക്ക് മുൻപിൽ വഴങ്ങുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ തങ്ങൾക്കെതിരെ തീവ്രവാദി കൂട്ടങ്ങളെ ആയുധവും കൊടുത്ത് ഇറക്കി വിട്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ഇരുന്ന ഇറാന്റെ അവിശുദ്ധ നീക്കങ്ങളെ കുറിച്ച് വ്യക്തമായ അവബോധം ഇസ്രയേലിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഹമാസിനെയും ഹിസ്ബുള്ളകളെയും ഹൂത്തികളെയും എല്ലാം ചാമ്പലാക്കി മുന്നേറുമ്പോഴും അവരുടെ കഴുകൻ കണ്ണുകൾ തുറന്നിരുന്നത് തീവ്രവാദികളുടെ തലതൊട്ടപ്പന്മാരായ ഇറാനെതിരെ തന്നെ ആയിരുന്നു. ആണവായുധ നിരാകരണത്തിന് ട്രംപ് ഇറാനെ നിർബന്ധിക്കുമ്പോഴും വിവിധ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ അത്തരം ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിച്ചിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇറാന്റെ ബുദ്ധി നേരെയാകുമെന്നും വകതിരിവ് നേടുമെന്നുമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. എല്ലാ കാര്യങ്ങളിലും അമേരിക്കയുടെ കൃത്യമായ നിർദ്ദേശം ആരാഞ്ഞിരുന്ന ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോഴൊക്കെ അല്പം കൂടി കാത്തിരിക്കൂ എന്നുള്ള നിർദ്ദേശമായിരുന്നു അമേരിക്ക നൽകിയത്. കാരണം ഇറാനുമായുള്ള 6 ഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടിട്ടും തികഞ്ഞ ശുഭപ്രതീക്ഷയോടെ 7ാമത്തെ ചർച്ചയ്ക്ക് കളം ഒരുക്കിക്കൊണ്ട് ട്രംപ് കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അത്രത്തോളം കാത്തിരിക്കാൻ ക്ഷമ കാണിക്കാതിരുന്ന ഇസ്രായേൽ ഇറാനെ കയറി ആക്രമിക്കുകയുമായിരുന്നു. ഒരുപക്ഷെ 7 അല്ല 14 ചർച്ചകൾ നടത്തിയാലും അഹന്ത രക്തത്തിലലിഞ്ഞ ഇറാൻ ബുദ്ധിമോശം തുടരുമെന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് ഇറാനെ ആക്രമിച്ചുകൊള്ളാൻ മൗനമായ സമ്മതം ഇസ്രയേലിന് നൽകിയതുമായിരിക്കാം. എന്തായാലും ഇസ്രായേൽ ഇറാൻ സംഘർഷം അവർ തമ്മിലുള്ള വിഷയം മാത്രമാണെന്നും അത് അവർ തമ്മിൽ തീർക്കട്ടെ എന്നുമായിരുന്നു ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ ട്രംപ് കൈക്കൊണ്ട നിലപാട്. ഏതായാലും ഇസ്രായേൽ കൃത്യമായ കരുനീക്കങ്ങളുമായി ഇറാനിലെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കി. പുലർച്ചെ അമേരിക്കയിലെ മിസൂറി വിമാനത്താവളത്തിൽ നിന്നും കൃത്യമായ മുന്നറിയിപ്പോടെ പറന്നുയർന്ന സ്റ്റെൽത്ത് B-2 സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ഇറാന്റെ ഫോർഡോ, നദാൻസ്, ഇസ്ഹാൻ ആണവ കേന്ദ്രങ്ങളെ തകർത്ത് ധൂളിയാക്കി. തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇക്കാര്യം ലോകത്തെ അറിയിച്ച ട്രംപ് ഇനിയുള്ളത് സമാധാനത്തിനുള്ള സമയമാണെന്നും വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ആക്രമണത്തിന് തൊടുപ്പ് പിടിച്ചുകൊണ്ട് ശേഷിച്ച് ആണവ കേന്ദ്രങ്ങളെ തകർത്ത് അമേരിക്ക കൂടെ യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ പങ്കാളിയായതോടെ ഇറാൻ ഏറെക്കുറെ നിലംപരിശായിരിക്കുകയാണ്. കഴുകനെ ആധാരമാക്കി നിർമ്മിച്ച മാരക നാശശേഷിയുള്ള അമേരിക്കയുടെ വിമാനമാണ് B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ. അതുകൊണ്ട് തന്നെ കഴുകൻ ചിറക് വീശി പറന്ന് നിൽക്കുന്നത് പോലെ ഇറാന്റെ ആകാശത്തിലേക്ക് പറന്നെത്തിയ B-2 സ്റ്റെൽത്ത് ബോംബർ വാഹിന് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചീറിപ്പാഞ്ഞ മാരക ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ആക്രമണങ്ങളോടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഇല്ലാതായിരിക്കുകയാണ്. വലിയ ഒരു
മലയുടെ അടിയിൽ ഏറെക്കുറെ 250 അടി ആഴത്തിലായിരുന്ന ഫോർദോ ആണവ കേന്ദ്രത്തെ ഇസ്രയേലിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെയാണ് അമേരിക്ക മാസ്റ്റർ പ്ലാനുകളുമായി രംഗത്തിറങ്ങി തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് സുരക്ഷിതമായി മടങ്ങിയത്. അമേരിക്കയുടെ കൂടെ ഇസ്രയേലിനൊപ്പം രംഗത്തിറങ്ങിയതോടെ റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തി. റഷ്യ അതിനോട് വിമുഖതകളൊന്നും കാണിച്ചില്ലെങ്കിലും പരസ്യമായി റഷ്യ രംഗത്ത് വന്നില്ല. ഏതായാലും അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടി എന്നവണ്ണം ഖത്തറിലെ അൽ ഉദൈദ് എന്ന അമേരിക്കൻ വ്യോമതാവളത്തിലേക്ക് ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടത് ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ആക്രമണത്തിനുള്ള മറുപടി എന്നവണ്ണം അമേരിക്ക ടെഹ്റാനെ ചാമ്പലാക്കുന്നത് കാണാൻ ലോകം മുഴുവൻ കാത്തിരുന്നുവെങ്കിലും ലോക രാഷ്ട്രങ്ങളെ മുഴുവൻ അതിശയിപ്പിച്ചുകൊണ്ട് ട്രംപ് പ്രഖ്യാപിച്ചത് വെടിനിർത്തൽ ആയിരുന്നു. തങ്ങളെ ആക്രമിക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി, അപ്പോൾ തന്നെ ഇറാനെ കത്തിച്ച് ചാമ്പലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ട്രംപ് തങ്ങളുടെ ഖത്തറിലെ വ്യോമതാവളത്തിലേക്ക് ഇറാൻ തുടർച്ചയായി മിസൈൽ അയച്ചിട്ടും പ്രതികരിക്കാതെയും മൗനം പാലിക്കുകയും ഇറാന് നന്ദി പറയുകയും ചെയ്ത് ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. ഖത്തർ അമീറിനെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് ഇറാനുമായുള്ള സമവായത്തിന് ട്രംപ് രംഗത്തിറങ്ങുകയും അത് ഇറാനും ഇസ്രായേലും സമ്മതിച്ചതോടെ പശ്ചിമേഷ്യയിൽ താൽക്കാലികമായിട്ടാണെങ്കിലും സമാധാനത്തിന് വഴി തുറന്നിരിക്കുകയാണ്.